Hello guys, welcome back to yet another episode of Floaty. It's me, Akila. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ലെറ്റ്സ് ഗോ ഫോർ എ സോളോ ഡേറ്റ്. എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല. ഞാൻ എവിടെ പോവുകയാണെങ്കിലും എപ്പോഴും ഫ്രണ്ട്സോ ഫാമിലിയോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഞാൻ കൂട്ടും കൂടെ. ഇപ്പോൾ ഒരു ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ എനിക്ക് ആരുടെങ്കിലും സജഷൻ വേണം. അത് ഞാനാണ് സോളോ ഡേറ്റ്. കുറേ ആൾക്കാർ പോകും, ബട്ട് എൻ്റെ ലൈഫിൽ ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം. ഞാൻ അല്ലാണ്ട് പുറത്ത് പോകാറുണ്ട് കേട്ടോ, ഒറ്റക്ക് എല്ലാ കാര്യത്തിനും. പക്ഷേ സാധനമൊക്കെ മേടിക്കാൻ പോകുമ്പം ആരെങ്കിലും എനിക്ക് കൂടെ വേണം. ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കാൻ. സോ അതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഉദ്ദേശിച്ചത്. ബട്ട് ഇന്ന് ഞാൻ എൻ്റെ കസിൻ്റെ വീട്ടിൽ പോകണം. അവിടെ ന്യൂ ബോൺ ബേബീസ് ഉണ്ട്. അവരെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണാൻ പോകുന്നത്. സോ കുറച്ച് എക്സൈറ്റഡ് ആണ്. നാളെ അവരുടെ അവരുടെ ഇല്ല, അതിലൊരാളുടെ നെയിമിങ് സെറിമണിയാണ്. സോ ലെറ്റ്സ് ഗോ. സോളോ ഡേറ്റ് എന്നൊക്കെ പറയുന്നത് അത്ര വലിയ കാര്യമൊന്നുമില്ല. നമുക്കിഷ്ടമുള്ള കാര്യം നമ്മൾ ഒറ്റയ്ക്ക് പോയി ചെയ്യുക എന്നുള്ളതാണ്. ഞാനെല്ലാ കാര്യവും ഒറ്റക്കാണ് ചെയ്യാറ്. പക്ഷേ എനിക്കിഷ്ടമുള്ള കാര്യം ചെയ്യാനൊന്നും ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടില്ല. എനിക്കിങ്ങനെ പുറത്ത് പോകുമ്പോൾ ആരെങ്കിലുമൊക്കെ കൂട്ടി അവരെ കൂടെ ടൈം സ്പെൻഡ് ചെയ്ത് അങ്ങനെയുള്ള കാര്യമാണ് എനിക്കിഷ്ടം. അപ്പം ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് ചെയ്യാറ്. ഫ്രണ്ട്സിന് കൂടെയുള്ള ടൈം അങ്ങനെയൊക്കെയാണ്. ഫാമിലി, ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് എൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ. അപ്പം ഇന്ന് ഞാൻ ഇങ്ങനെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ റീൽസിനും കൂടെയാണ് ഈ വീഡിയോ എടുത്തത്. അതുകൊണ്ടാണ് ഒരുങ്ങുന്ന വീഡിയോ ഒക്കെ എടുത്ത് വെച്ചേക്കുന്നത്. പിന്നെ നല്ല വെയിലുണ്ടായിരുന്നു. കാരണം ഞാൻ ഇറങ്ങിയത് ഒരു ഉച്ച കഴിഞ്ഞിട്ടുള്ള ആ ഒരു ടൈമായിരുന്നു. ഈവനിങ് അമ്മ വർക്ക് കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ബേബീസിനെ കാണാനാണല്ലോ. അപ്പോൾ ലേറ്റ് ആവരുതല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങി. അപ്പോൾ എൻ്റെ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പം തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഡ്രസ്സ് എടുക്കുക, ഡ്രസ്സ് ട്രൈ ചെയ്യുക, ഡ്രസ്സ് ഷോപ്പിലൊക്കെ കളക്ഷൻസ് നോക്കുക. ഇതൊക്കെയാണ് എൻ്റെ ഒരു വീക്ക്നെസ്. ഈ വൈറ്റ്, റെഡ് അതൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ എനിക്ക് ഈ ഒരു യെല്ലോ ഭയങ്കര ഇഷ്ടമായി. പക്ഷെ അതിന് പാൻറ് ഉണ്ടായിരുന്നില്ല. എനിക്കിങ്ങനെ ഒരു സെറ്റ് എടുക്കണം എന്നായിരുന്നു ആഗ്രഹം. അപ്പം അത് ഞാൻ അവിടെ വെച്ചു. പക്ഷെ എൻ്റെ മനസ്സത് ഭയങ്കര സ്റ്റക്കായിരുന്നു. പിന്നെ വൈറ്റ്, റെഡ് അതിലൊക്കെ ഞാൻ നോക്കി. അപ്പോൾ അതിലൊന്നാണ് എടുത്തത്. അത് നാളെ കാണാം. പിന്നെ ഞാൻ ഒരു ക്രാഫ്റ്റ് ഷോപ്പിൽ പോയി. എന്തിനാണെന്ന് വെച്ചാൽ ബേബീസിൻ്റെ നെയിമിങ് സെറിമണീൻ്റെ സാധനം നമ്മൾ തന്നെ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനമൊക്കെ വാങ്ങി ദെൻ ഫുഡ് കഴിക്കാൻ പോയി. ആക്ച്വലി എൻ്റെ മനസ്സിലൊരു ജ്യൂസ് അല്ലെങ്കിൽ ലൈറ്റായിട്ടുള്ള സംഭവമൊക്കെ കഴിച്ച് അങ്ങനെയായിരുന്നു. ബട്ട് എൻ്റെ വിശപ്പ് എന്നെ സമ്മതിച്ചില്ല. അതുകൊണ്ട് ഞാൻ പൊറോട്ട കഴിച്ചു. ഞാൻ ഇങ്ങനെ ഹോട്ടായിട്ടുള്ള ഡ്രിങ്ക്സ് ഒന്നും കഴിക്കാറുണ്ടായിരുന്നില്ല. പക്ഷേ പൊറോട്ട കഴിച്ചതുകൊണ്ട് ഞാൻ ഒരു കോഫിയാണ് കുടിച്ചത്. എനിക്ക് ടീനേക്കാളും ഇഷ്ടം കോഫിയാണ്. സോ ഞാൻ കോഫി കുടിച്ചു. ദെൻ അമ്മേനെ കണ്ടു. അമ്മ അവിടെ ബസ് സ്റ്റാൻഡിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അമ്മേനെയും പിക്ക് ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും കൂടി ബേബീസിനെ കാണാൻ വേണ്ടി പോവാണ്. പോകുന്ന വഴിക്ക് ഞാൻ പുറത്തുള്ള വ്യൂസ് ഇങ്ങനെ പോകുന്ന പോലെ കാണിക്കാൻ വേണ്ടി വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വ്യൂ അടിപൊളിയല്ലേ. ഇത് സൺസെറ്റ് ടൈം ആയതുകൊണ്ടാണ് ആ വ്യൂ കിട്ടിയത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് മാറി കയറി. എൻ്റെ ഈ ബാഗ് ശരിക്കും യൂസ്ഫുള്ളാണ്. കാരണം എന്തോരം സാധനം അതിൽ കുത്തി നിറച്ചേക്കുന്നതെന്ന് അറിയോ. പിന്നെ അമ്മ കടല മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പൊളിച്ചത് കൊണ്ട് തന്നെ അതിൻ്റെ പകുതിയും പുറത്തുപോയി. പിന്നെ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ കയറി എന്തോ സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആപ്പൻ നമ്മളെ പിക്ക് ചെയ്യാൻ വന്നു. നമ്മൾ നേരെ വീട്ടിൽ പോയി. ഇനി നമ്മൾ ബേബീസിനെ കാണാൻ പോവാണ്. ഒരാൾ നല്ല കളിയാണ്, മറ്റേ ആൾ നല്ല ഉറക്കമാണ്. അപ്പം ഞാൻ ഫ്രഷായി വന്നിട്ട് ആ കളിക്കുന്ന ആളെ കൂടെ ഇരുന്ന് കുറച്ച് നേരം സംസാരിച്ച് ഒക്കെ ചെയ്ത്. അപ്പം ഞാൻ ക്യാമറ ഓൺ ആക്കിയപ്പോഴത്തേക്കും ആൾ ക്യാമറയിലൊക്കെ നോക്കുന്നു. ആ കൊള്ളാലോ. പിന്നെ നമ്മളെ നെയിമിങ് സെറിമണിക്ക് വേണ്ട സാധനം സെറ്റ് ചെയ്യണമല്ലോ. അപ്പം ഞാൻ അതിന് വേണ്ടി പോയി. അപ്പം അമ്മയാണ് ഈ ഉറങ്ങാത്ത ആളെ ഉറക്കുന്നുണ്ടായിരുന്നത്. കുറേ നേരം കഴിഞ്ഞപ്പം മറ്റാൾ എണീറ്റ്. അപ്പം അമ്മ മറ്റാളെ എടുത്ത്. പിന്നെ ഞാൻ ഈ നെയിമിങ് സെറിമണീൻ്റെ സാധനം സെറ്റ് ചെയ്യാൻ പോവാണ് ഗായ്സ്. എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഞാൻ ഇങ്ങനത്തെ ക്രാഫ്റ്റ് സാധനം ഒക്കെ ഓക്കെ നമുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമെങ്കിലും എനിക്കിതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെതായ കുറച്ച് ഐഡിയാസും പിന്നെ കുറച്ച് വീഡിയോസും ഒക്കെ നോക്കിയിട്ട് നമുക്ക് തോന്നിയ രീതിയിൽ സെറ്റ് ചെയ്യാൻ പൊളിക്കും, അത്രയേ ഉള്ളൂ. ആ രീതിയിൽ ചെയ്തു. പിന്നെ എൻ്റെ ഇപ്പുറത്ത് നിന്ന് ചേച്ചി എന്ന് വെച്ചാൽ നാളെ നൂല് കിട്ടുള്ള വാവയുടെ അമ്മ വാവയ്ക്ക് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. കുഞ്ഞ് വാവയാണല്ലോ, അപ്പോൾ സൈസ് കിട്ടാത്തതുകൊണ്ട് സ്റ്റിച്ച് ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ ചേച്ചി അത് ചെയ്യുന്നു, ഞാനിപ്പുറത്ത് ഇത് ചെയ്യുന്നു.
ഫൈനലി ഇതെന്താവുന്ന ഒരു ഐഡിയ ഇല്ല. അപ്പം നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഇതെന്തായെന്ന് അറിയാനും പിന്നെ സെറമണി വീഡിയോസ് കാണാനും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പിന്നെ അതിനുശേഷമുള്ള വീഡിയോസ് എല്ലാം നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ അഖില.